സുവർണ കാലഘട്ട വീതിയിൽ വഴങ്ങാൻ മടിച്ചു നിന്ന അക്ഷരങ്ങളെ എഴുതാൻ കൈപിടിച്ച് സഹായിച്ച അധ്യാപകരിൽ ചിലരും, കുസൃതി കാട്ടാൻ സ്നേഹപൂർവ്വം കൂടെ നിന്ന സുഹൃത്തുക്കളും, പഠിക്കാൻ മിടുക്കു കാട്ടുമ്പോൾ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരികളിൽ പലരും 33 വർഷങ്ങൾക്കിടയിൽ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരോടൊപ്പമുള്ള ആ നനുത്ത ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പൂർവ്വകാല വിദ്യാർത്ഥി സംഗമത്തിന് തിരിതെളിക്കുന്നു. उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे। हवा हवा ऐ हवा खुशबू लुटा दे, कहाँ खुली हाँ खुली जुल्फ बता दे, अब उसका पता दे, जरा मुझको बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे। दिलदार मिला दे। ഓർക്കുന്തോറും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്ന നോവ്. സ്കൂൾ കവാടം, മരത്തണൽ, മണിശബ്ദം, പൈപ്പിൻ ചുവട്, ക്ലാസ് മുറി ജനാലകൾ, ബ്ലാക്ക് ബോർഡ്, ഡെസ്ക്, ബെഞ്ച്, പാഠപുസ്തകത്തിലെ മയിൽപ്പീലിത്തുണ്ട്. അങ്ങനെ ഓരോന്നും വിലമതിക്കാനാകാത്ത, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, നേടിയെടുക്കാൻ കഴിയാത്ത, അത്രമേൽ പ്രിയപ്പെട്ട മധുര മനോഹരമായ കാലഘട്ടം. ഒരു വിങ്ങലോടെയല്ലാതെ ആ കാലത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയില്ല. लोगों को आते हैं दो नजर, हम मगर देखो दो नहीं। ओ जुदा या खफा खुदा है दुआ ऐसा हो नहीं। खाना पीना साथ है
मरना जीना साथ है, खाना पीना साथ है, मरना जीना साथ है, सारी जिंदगी। വർഷങ്ങൾക്കു ശേഷം ഞങ്ങളിവിടെ ഒത്തുകൂടുമ്പോൾ നമ്മൾ ആരാണെന്ന് രൂപപ്പെടുത്തിയ അധ്യായങ്ങൾ പുനരവലോകനം ചെയ്തുകൊണ്ട് മധുരസ്മരണകൾ ഉണർത്തുന്ന ആ സുവർണ കാലഘട്ടത്തിലേക്കുള്ള പാതയിലൂടെ ഒരു മനോഹരമായ യാത്ര നടത്തുകയാണ്. പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. പോകാം പോകാം വാർമുകിലായി, ആടാം പാടാം മലർവനിയിൽ. ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമൊയിരാകാം. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. പോകാം പോകാം വാർമുകിലായി, ആടാം പാടാം മലർവനിയിൽ. ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമൊയിരാകാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ
വേനൽ കുരുന്നിൻ്റെ തൂവലായി തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. സ്നേഹനിധികളായ അധ്യാപകർ ആവേശത്തോടെയും അർപ്പണബോധത്തോടെയും അവർ നമ്മെ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. അവർ നമുക്ക് സജ്ജമാക്കിയ മനോഹരമായ പാതകൾ നമ്മെ വിജയത്തിലേക്ക് നയിച്ചു. അവരെ അഭിനന്ദിക്കാൻ, ആദരിക്കാൻ ആർജവത്തോടെ ആഹ്ലാദത്തോടെ നമ്മൾ തയ്യാറെടുത്തു. ആ മുഖങ്ങളിൽ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിളക്കം കാണുന്നില്ലേ? അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ സ്വന്തം പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവിടെ ഹാജി CH മുഹമ്മദ് കോയ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989-90 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ്. ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയായ AR സുൽഫിക്കലിന്റെ മകൾ സുൽത്താന NS +1 വിദ്യാർത്ഥിനിയാണ്. ഈ ചടങ്ങ് അവതരിപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി സഫ്വാനയെ ക്ഷണിക്കുന്നു. അടുത്തതായി അധ്യക്ഷനായ 89 കാലഘട്ടത്തിലെ സ്കൂൾ ലീഡർ ശ്രീ സെയ്തലിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷന് 1989-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്കൂൾ ലീഡറായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ സയ്യദ് അലി സാഹിബ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പൂർവ്വകാല അധ്യാപകർ, പൂർവ്വകാല വിദ്യാർത്ഥികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷപൂർവമായ ഒരു നിമിഷമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഹാജി CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹൈസ്കൂളിൽ 1989-90 കാലഘട്ടങ്ങളിൽ പഠിച്ചുപോയ SSLC ബാച്ച് വിദ്യാർത്ഥികൾ ഇന്നിവിടെ ഒത്തുകൂടുമ്പോൾ കുറച്ചു നാളുകളുടെ പരിശ്രമം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. 7 വർഷത്തിന് മുമ്പ് സൗദി അറേബ്യ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 5/3/16 നമ്മളെ സഫീർ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് സഹകരിച്ച നടത്താൻ വേണ്ടി ആഗ്രഹിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ ഷംനാദ്, ഈ 3 പേരും
വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുകയായിരുന്നു. എന്നിട്ട് അവർ അവിടെ നിന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു, നമ്മളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിപ്പോയ കൂട്ടുകാർ, അധ്യാപകർ, ഇവരെല്ലാം കണ്ടെത്തണമെന്ന്. ആ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ആദ്യം തന്നെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വരൂപിച്ച കാശുണ്ടായിരുന്നു, 2 ലക്ഷത്തിൽ ഇതുണ്ടായിരുന്നു. അത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വരൂപിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ ബാല്യകാല സുഹൃത്തായ സക്കീർ പെട്ടെന്നുള്ള ഒരു മരണത്തിലേക്ക് കീഴടങ്ങുകയും ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് ഈ കൂട്ടായ്മയിലുള്ള കാശ്, പിരിച്ച കാശ് നമ്മൾ അതിലേക്ക് അവർക്ക് സഹായത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിനായിട്ട് ഞാൻ എല്ലാ ടീച്ചറേയും സാറന്മാരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നമസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ആദ്യമായി പുരസ്കാരം കൊടുക്കുന്നതിനായി ശ്രീ സെയ്തലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വളർന്നു മക്കളെ. നിങ്ങൾ സാംസ്കാരികമായും അതുപോലെ തന്നെ കൂട്ടായ്മയിലും ഒരുമയിലും ഒക്കെ നിങ്ങളുടെ വളർച്ച അസൂയാവഹമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ മക്കൾ എന്നെ തിരക്കി വരിക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു നിർവൃതി ഒരു അധ്യാപിക എന്ന നിലയിൽ കിട്ടാനില്ല. മറ്റൊന്ന്, റോഡ് സൈഡാണ് എൻ്റെ വീട്. അതിലെ പോകുമ്പോൾ എൻ്റെ തല കണ്ടാൽ മതി, ആരെങ്കിലുമൊക്കെ പരിചയമുള്ള ആരും കയറി വരും, ടീച്ചറെ പോട്ടെ, സമയമില്ല, ശരി മക്കളെ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഇന്നും നിലനിർത്താൻ എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ ശ്രമം മറ്റൊരു സ്കൂളിൽ നിന്നും പഠിച്ചു പോയവരിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്ന് ആ ടീച്ചർമാർ പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തല കുനിക്കുകയാണ്.
മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകും ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂടലോടെ ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂടലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോകുകില്ലേ ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂടലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോകുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എൻ്റെ പഴയകാല കുട്ടികളുടെ പലരുടെയും മുഖം എനിക്ക് ഇന്ന് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ശരിക്കും ഞാൻ 17 വർഷം ഇരുന്ന സ്കൂളാണ് വെട്ടൂർ സ്കൂൾ. നമ്മുടെ ഇതുപോലെ തീരപ്രദേശമാണ്. പക്ഷേ അതിൽ കുറഞ്ഞ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ജോലി നോക്കിയ ഈ വള്ളക്കുട സ്കൂളിലെ മക്കൾ കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ആധിക്യം കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നും. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കൂട്ടായ്മയായിട്ട് വളരട്ടെ. തന്നെയുമല്ല, ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ ഓർക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും കഴിയുക എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിലാ
ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ തന്നെ ഇത് തുടങ്ങാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞ് നിങ്ങൾ 4-5 വർഷമായിട്ട് ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഏതായാലും ഇങ്ങനൊരു നല്ല കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ എല്ലാവർക്കും എല്ലാം നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. അധ്യാപകരോട് എല്ലാവരോടും എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ. എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് അഴകേ അപ്പോൾ എന്തായാലും എനിക്ക് ഈ സ്കൂളിൽ ആദ്യം പഠിപ്പിച്ചതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ 10 വർഷം നിന്നിട്ട് ഞാൻ വേറെ ഒരുപാട് സ്കൂളുകളിൽ പോയി പിന്നെ മിതർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആയിട്ടാണ് ഞാൻ 2018 റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിനും ഈ കാണിച്ച സ്നേഹത്തിനും വിളിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ടീച്ചേഴ്സിനെ കാണാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. ഒരു സനം തൂങ്ങിരിച്ച് പൂലമാറ്റം അടിച്ചിരിച്ച് പാവിമനം തൂങ്ങലേ അതുവയേനോ പുരിയലേ. എല്ലാവരും സംസാരിച്ചു കാര്യങ്ങളെല്ലാം. ഇനി കൂടുതൽ പറയാനെന്തോ ഒന്നും തന്നെ ഇല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങൾ പഴയ ബാച്ചിലുള്ള എൻ്റെ എല്ലാ സഹപാഠികളെയും കാണാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി തന്നു. കാരണം ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഒരുമിച്ച് ചേർന്നിട്ടില്ല. ഇതിനൊരവസരം ആദ്യമായിട്ട് നിങ്ങളാണ് തന്നത്. ഞങ്ങളുടെ അന്നത്തെ ഒരു കുടുംബ ജീവിതം പോലെ, ഒരു കുടുംബം പോലെ കഴിഞ്ഞ അധ്യാപകരാണ് ഈ ഇരിക്കുന്നത്. അതിൽ 2-3 പേരുടെ കുറവുണ്ട്. ജാസ്മിൻ ടീച്ചറ്, ഷീല ടീച്ചറ്, ഇവരൊന്നും വന്നിട്ടില്ല. പക്ഷെ അവരും കൂടെ വന്നെങ്കിൽ ഇതിനൊരു നിറവാകുമായിരുന്നു. അപ്പം ആ ഒരു സന്തോഷം നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിൽ വലിയ അനുഗ്രഹമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചാൽ എല്ലാവരും വന്ന് ചേരുകയില്ല. ഇപ്പം ഇങ്ങനെ ഒരു വേദി നിങ്ങൾ ഒരുക്കി തന്നതിൽ അതിന് ഞാൻ നന്ദി പറയുന്നു.
ഒരു മലത്തോട്ടിലെ മലരുടെ തൂകിലും മധുഗണമാകവേ നിറഞ്ഞു നിൽക്കുയെന്നിലിന്ദിര. ഒരു മലത്തോട്ടിലെ മലരുടെ തൂകിലും മധുഗണമാകവേ നിറഞ്ഞു നിൽക്കുയെന്നിലിന്ദിര. അഴകഴും വേദിയിൽ അതിനൊരു ഗാനമായി പ്രിയകരമായി ഞാനുമേ. അഴകഴും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയകരമായി ഞാനുമേ. ഒരു മലത്തോട്ടിലെ മലകൾ തൂകിടും മധുരമാകവേ നിറഞ്ഞു നിൽക്കുയെന്നിലിന്ദിര. എല്ലാവരും എനിക്കൊരുപോലെയാണ്, എല്ലാവരും എൻ്റെ ഗുരുക്കളാണ്. നമ്മുടെ ദിലീപ് സ്വല്പ അസ്വസ്ഥത ഉണ്ട്, എന്നാലും ആളിനെ കാണിച്ചു തരാം. ദിലീപ്, ഷീല ടീച്ചർ. സുഭാഷ് എൻ്റെ ക്ലാസ് ടീച്ചർ, റീത്ത് ടീച്ചറായിരുന്നു. നജീബും കുറച്ച് അസ്വസ്ഥതയുള്ള ആളാണ്. നജീബ് ഏതാണ്? നജീബാണ് ശ്യാമള ടീച്ചറാണ്. चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है वतन से चिट्ठी आई है। बड़े दिनों के बाद हम बेवतनों को याद, बड़े दिनों के बाद हम बेवतनों को याद, वतन की मिट्टी आई है। चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है वतन से चिट्ठी आई है।
ऐ मेरे हम सफर एक जरा इंतजार, सुन सदाएं दे रही है मंजिल प्यार की। ऐ मेरे हम सफर एक जरा इंतजार, सुन सदाएं दे रही है मंजिल प्यार की। अब है जुदाई का मौसम, दो पल का मेहमान, कैसे न जाएगा अंधेरा, क्यों न थमेगा तूफान। अब है जुदाई का मौसम, दो पल का मेहमान, कैसे न जाएगा अंधेरा, क्यों न थमेगा तूफान। कैसे न मिलेगी मंजिल प्यार की। है मेरे हम सफर एक जरा ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം പറഞ്ഞിരുന്ന സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എത്ര വൈകിയാലും ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഞാൻ എത്തി. എന്തായാലും 1989 ബാച്ച്, ഏകദേശം 34 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു കൂടിച്ചേരൽ, ഒരു ഒത്തുചേരൽ വളരെ ഗംഭീരമായി എന്ന് തന്നെ ഞാൻ അഭിപ്രായപ്പെടുക. വളരെ ഗംഭീരമായി. കാരണം എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കൂടിച്ചേരലുകൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിലൊരു ഓർഗനൈസേഷൻ, ഈ തരത്തിലൊരു സംഘാടനം വളരെ ശ്രമകരമായ ഒരു ജോലിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ ബാച്ച് 89 ബാച്ച് അത് വളരെ ഭംഗിയായി തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് നന്നാക്കി, വളരെ ഭംഗിയാക്കി. ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചതിനും നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എല്ലാം ഞാൻ നിങ്ങളോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവുക? സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. അല്ല, ഇത് വല്ലതും നടക്കുമോ? നടക്കും. ഷൂട്ട് ചെയ്യേണ്ടത് അതായത് നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല. ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ഓടിക്കുന്നതല്ല. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുടുത്തല്ലോ, ഉണ്ണി ചടിമറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. എന്താ സാർ കട്ട് പറഞ്ഞത്? ഇയാൾ എന്തായി കാണിക്കുന്നത്? ഇടുക്കാച്ചി. I am going to divert my life to the multiplication and the multiplication of India. വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. അലോത്സവം ഞാൻ കലക്കി. എല്ലാം റെഡിയല്ലേ? സുഭാഷ് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? ചേടാ, തുമാരാ ബാപ്പ് കോൻ ഹേ ബോൾത്തെ ഹേ. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. വലിയ തിരക്കുള്ള ഗായകനാ. സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. അതല്ല അങ്ങനെ ഉണ്ട്. അത്രേ ഉള്ളൂ. റോളിംഗ് സാർ. ആക്ഷൻ. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ, നിറച്ചിട്ടോളണം.
അരികിൽ വരുമോ